ഹൗസ്ഫുൾ എന്ന് മാത്രമല്ല, ശരിക്കും ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് തന്നെ കാണേണ്ടുന്ന 2 പരിപാടികൾ ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്തു. അതിലൊന്നൊരു നാടകമാണ്, മറ്റൊന്നൊരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിലാണ് സംസാരിക്കുക. ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് നാടകത്തെക്കുറിച്ചാണ്. പക്ഷേ നാടകം എന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ്, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു വരുന്നത് ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന നാടകത്തെക്കുറിച്ചാണ്. ഇപ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ നാടകം നടക്കുന്നത്. സ്ഥിരമായിട്ട് അവിടെ ഷോസ് ഉണ്ട്. 22-ാം തീയതി വരെ, ജൂൺ 22-ാം തീയതി വരെ അവിടെ ഷോസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് അടുത്തൊന്നും ഷോ ഇല്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എറണാകുളത്താണെങ്കിൽ പുതിയകാവിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഗംഭീര ഓഡിയോ വിഷ്വൽ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മ ഇവരിതൊക്കെ എങ്ങനെ ചെയ്തേക്കുന്നത് എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന, അതിനോട് അങ്ങനെ ചെയ്യുന്ന വർക്ക്സിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് നാടകം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കാലത്തുള്ളൊരു നൊസ്റ്റാൾജിയാണ്. അച്ഛൻ്റെ നാട് തിരുവല്ലയാണ്, അമ്മയുടെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ഈ പായൊക്കെ എടുത്തുകൊണ്ട് പോയി അമ്പലപ്പറമ്പിൽ പോയിരുന്ന നാടകം കണ്ട് ഓർമ്മയൊക്കെ ഉണ്ട്. മറ്റേ വേദിയിലെ മറ്റെല്ലാ വിളക്കുകളും അടച്ച് നമ്മളോട് സഹകരിക്കുക എന്ന് പറയുന്ന ആ സംഭവങ്ങളാണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്നൊരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു നാടകം നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം സ്റ്റേജിൽ വന്ന് ഇവരിങ്ങനെ അഭിനയിച്ച് പോകും, മറ്റേ മേശയും കസേരയും സാധനങ്ങളൊക്കെ മാറ്റുമെന്നല്ലേ. സ്റ്റേജിൽ ലിറ്ററലി ഒരു പോലീസ് ജീപ്പ് വന്നിങ്ങനെ സ്പീഡിൽ വന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ അത് കാണുന്ന സമയത്ത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇന്നും എൻ്റെ കോർ മെമ്മറീസിൽ ഒന്ന് തന്നെയാണത്. എൻ്റെ ആ നാടകം കാണാനിരിക്കുന്ന സമയത്ത് നമ്മൾ മണലിലൊക്കെ ഇരുന്ന് നാടകം കാണുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ ബാക്കിലുള്ള മണൽ കുറേ മാറ്റി അയാൾ പതുക്കെ ഇങ്ങോട്ട് വീഴുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കുരുത്തക്കേടുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് നാടക ഓർമ്മകളൊക്കെ ആയിട്ട് ഈ നാടകം കാണാൻ പോകുമ്പോൾ, ആക്ച്വലി ഞാനിത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് രക്തരക്ഷസ് നാടകം അവർ സ്റ്റീരിയോ സൗണ്ടൊക്കെ ചെയ്തുകൊണ്ട് ഗംഭീര രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കാശുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പോയി കാണാനുള്ള സമയവും സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് പോയി കണ്ടു. പോസിറ്റീവായിട്ട് ഒരു പക്ഷേ ഇത് നിങ്ങൾ ഒരു മസ്റ്റ് വാച്ച് ലിസ്റ്റിൽ പെടുത്തണം എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. നമ്മളൊരു സ്റ്റേജ് മാത്രമേ കാണുന്നുള്ളൂ. ആ സ്റ്റേജിൽ നമ്മൾ കാട് കാണുന്നുണ്ട്, നാട് കാണുന്നുണ്ട്, വീടുകൾ കാണുന്നുണ്ട്, തറവാടുകൾ കാണുന്നുണ്ട്, പാഞ്ഞു പോകുന്നൊരു ഒമ്നി വണ്ടിയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്? ആൻഡ് ഈ പ്രേതം ഭൂതം രക്തരക്ഷസ് ആണല്ലോ, അപ്പോൾ ആ ഒരു പേടിപ്പിക്കൽ എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഓരോ സീനും മാറി മറിയുന്നത്. ഒരു പാട്ടുണ്ട്, ഒരു പ്രണയഗാനമുണ്ട്. ആ പ്രണയഗാനത്ത് 3 ലൊക്കേഷനുകൾ വരുന്നുണ്ട്. 3 ലൊക്കേഷനുകളും ഡിഫറെൻ്റ് ആണ്. ഞാനിരുന്നത് കുറച്ച് സൈഡായിപ്പോയി ഒരു സീറ്റ് എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ വളരെ ഫ്രണ്ടിലിരുന്നിട്ടാണ് കണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലൊന്നും പോയിരുന്ന് നാടകം കാണാതെ കുറച്ചൊരു ബാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു മീഡിയം ആ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറേയും കൂടി ഗംഭീരമായിരിക്കും. ആളുകളുടെ മുഖം പെട്ടെന്ന് വ്യക്തമാവില്ലെങ്കിലും ഈ പറയുന്നൊരു വിഷ്വൽ അതൊരു ഗ്രാൻഡ് പരിപാടിയാണെന്നേ. അത് അങ്ങനെ എൻജോയ് ചെയ്യാൻ കുറച്ചും കൂടി ബാക്കൗട്ട് ഇരിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. നാടകം നമ്മളിങ്ങനെ സ്റ്റേജിൽ കാണുന്നു, ഈ സൈഡിൽ നമ്മൾ ചിലപ്പോൾ ഈ തലയിട്ട് നോക്കുന്ന ആളുകളൊക്കെ കാണാറുണ്ടല്ലോ സ്റ്റേജ് പരിപാടികളിൽ. അതൊന്നുമില്ല, സൈഡും എല്ലാം കൊണ്ടും നമ്മളൊരു ടി വിയിലേക്ക്, ഒരു സ്റ്റേജിൻ്റെ അത്രയും സൈസുള്ള ടി വിയിലേക്ക് നോക്കിയിരുന്ന് കാണുന്ന പോലെയാണ്. എന്തൊരു രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു മഴ പെയ്യുന്ന ഷോട്ടുണ്ട്, അതായത് പുറത്ത് മഴ പെയ്യുന്നു, ആളകത്ത് നിൽക്കുന്നു. അയ്യോ, പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷേ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്തതായിരിക്കും, ഇങ്ങനൊരു സംഭവമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, അതിങ്ങനെ ആയിരിക്കും. പിന്നെ ഈ സ്റ്റേജിൽ ഓരോ വിഷ്വൽസും മാറി മറിയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗുഹയ്ക്കകത്ത് ഒരു സന്യാസി, ബുദ്ധമത വിശ്വാസിയായിട്ടുള്ള ഒരു കാട്ടിലെ ആൾ പൂജ ചെയ്യുന്ന വിഷ്വലൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവരുടെ മേക്കപ്പ് പറയാനാണെങ്കിൽ, ഇവരുടെ കോസ്റ്റ്യൂംസ് പറയാനാണെങ്കിൽ, ലൈറ്റിങ്സ് എല്ലാം കൊണ്ടും അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മോനെ, അത് കാണാനുള്ളതുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളിതൊക്കെ കണ്ട് പേടിച്ച് ഞെട്ടി വരളുമെന്നോ, അത് ഒരു പക്ഷേ കുട്ടികൾക്കൊക്കെ പേടി ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇത്രയും സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്കത് എന്നെ പേടിപ്പിക്കുക എന്ന് പറയുന്നത്, ഈ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ നമുക്ക് അറിയാവുന്ന കൂടി കൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഭീകരമായൊരു പേടി ഉണ്ടായിട്ടില്ല. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ സീനിലും ഞാനിങ്ങനെ അമ്പരന്നിരുന്ന് കാണാം. ഇതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ മോനെ ഹെവി. നമ്മൾ നാടകം കാണുമ്പോൾ ഫ്രണ്ടിൽ 2 സ്പീക്കർ, അപ്പുറം കുറേ സ്പീക്കർ, ഈ പരിപാടിയല്ലേ. ഇത് മറ്റേ ഡോൾബി സിസ്റ്റമാണ്. നമ്മളിങ്ങനെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, തറയൊക്കെ വൈബ്രേറ്റ് ചെയ്യില്ലേ, ആ രീതിയിൽ നമ്മൾ ശരിക്കും സിനിമ കാണുന്ന പോലെ. അവരിട്ടിരിക്കുന്ന സീറ്റ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏരിയസ് ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു അഡാപ്റ്റേഷൻ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെ തന്നെയായിരുന്നു അതിൻ്റെ സീറ്റിങ്സ്. അപ്പോൾ ഈ ഒരു വൈബ്രേറ്റിംഗ് എലമെൻറ്റ്, ആ സൗണ്ടിൻ്റെ ഒരു ഭയങ്കര ഫീല്. ഇപ്പോൾ പണ്ടാണെങ്കിൽ നാടകം ചെയ്യുന്ന സമയത്ത് ഒരു ദുരാത്മാവിൻ്റെ മറ്റേ
ഈ സാധനം നമ്മൾ കേൾക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അതല്ല, ഇത് മറ്റേ അവിടെ ഇവിടെ നിന്നൊക്കെ സൗണ്ട് വന്നിട്ട് അതുകൊണ്ട് അതായത് ആ ടെക്നോളജിയെ ഗംഭീരമായി ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് അവർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ വന്നു പോകുന്നത് നല്ല രസമാണ്. ശരിക്കും ഒരു സിനിമ ഫീലാണ്. ഞാൻ പറയുന്നത് നമ്മൾ സിനിമ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കാണുന്ന ആ സിനിമയാണല്ലോ. ഞാൻ പറയുന്നത് സിനിമ എന്ന് പറയുന്ന ആ ഒരു സ്പേസിനെയാണ്. തിയേറ്റർ എന്ന് നമ്മൾ വിളിക്കും, നമ്മുടെ ഒരു ശീലമാണ്. ഞാൻ പറയുന്നത് സിനിമ, ആ ഒരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ടെക്നോളജിയെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ വിഷ്വലി ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ പണ്ടാണെങ്കിൽ നാടകങ്ങളിൽ ആളുകൾ ഡയലോഗ് പറയുമ്പോൾ നടുക്കൊരു മൈക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ആൾക്കാർ നടന്നു വന്ന് ഫ്രണ്ടിലേക്ക് കയറി വന്ന് ഡയലോഗ് പറയുന്നു, പുറകോട്ട് മാറി നിൽക്കുന്നു, അടുത്ത ആൾ നടന്നു വന്നിട്ട് ഹബ്ബേ ഇതൊക്കെ പറഞ്ഞ് ഡയലോഗ് പറയുന്നു. ഈ ഒരു സാധനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇവർ സൗണ്ടിൽ കൊടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്കിലേക്ക് മാക്സിമം സൗണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ലൗഡായിട്ട് സംസാരിക്കണം. അതിന് അവരുടേതായിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. നാടക നടന്മാരുടെ നടീനടന്മാരുടെയൊക്കെ ഓരോ ടെക്നിക്സ് ഉണ്ട് സൗണ്ടിനെ കുറേ കൂടി ആംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മൈക്കുണ്ട്. നമ്മുടെ വയർലെസ് മൈക്സിൻ്റെ ഒരു വരവോടുകൂടി ഉണ്ടായിട്ടുള്ള അതൊരു വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ്. അതിനെ നന്നായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് മാറി വരുന്ന ടെക്നോളജിയെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകടനങ്ങളും മികച്ചതായിട്ട് തോന്നി. ഒരു മോശം പ്രകടനം എന്ന് പറയാനുള്ളതില്ല. പക്ഷേ ഇടയ്ക്കിങ്ങനെ അതൊരു പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ നാടകം കണ്ടു വളർന്നതിൻ്റെ ആണോ എന്നറിയില്ല, 1-2 ആൾക്കാരുടെ പ്രകടനങ്ങൾ എനിക്ക് അത്ര അങ്ങോട്ടൊരു കൺവിൻസിങ് ഫാക്ടറായിട്ട് തോന്നിയില്ല. അത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ ആയതുകൂടി കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. പക്ഷേ ബാക്കി മൊത്തത്തിൽ എല്ലാവരും വളരെ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അവരവിടെ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസാണ്. നമ്മൾ ഇങ്ങനൊരു നാടകമൊക്കെ കാണാൻ പോകുമ്പോൾ, ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള കാര്യം 6 മണിക്ക് തുടങ്ങുന്ന നാടകം തീരുമ്പോഴേക്കും ഏകദേശം 9 മണിയോടടുത്തായി. അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും, നമുക്ക് ഇടയ്ക്കൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെല്ലും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് ശരിക്കും ഞാൻ പറയുന്ന പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ആ ഒരു ആംഗിളിൽ മാത്രം കണ്ടാൽ മതി. ഇതൊരു നെഗറ്റീവ് കാര്യത്തെ അങ്ങനെ പറയാനുള്ളതല്ല. ഇതെന്തായാലും നിങ്ങൾ പോയി കാണണം. പക്ഷേ എനിക്ക് തോന്നുന്ന ചില സജഷൻസാണ്. ഒന്ന്, എല്ലാവർക്കും മൈക്ക് ഉണ്ടല്ലോ. പലരുടെയും ഈ കഴുത്തിൽ മാല പോലെ നമുക്കത് കാണാൻ പറ്റും. പല രീതിയിൽ ഈ വയർലെസ് മൈക്സ് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും പഴയ ഒരു ടിപ്പിക്കൽ നാടകത്തിൻ്റെ ശൈലിയിലുള്ള, അതായത് സെൻറ്ററിലേക്ക് കയറി വന്ന് ഡയലോഗ് പറയുക, അത് കഴിയുമ്പോൾ പുറകോട്ടൊരു നടത്തം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് കൊറിയോഗ്രാഫി എന്നോ എന്താ അതിന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ നോളജൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ശബ്ദം കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിനെ കുറച്ചും കൂടി ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കൂടി ഒരു നാച്ചുറൽ ഫീൽ വരുമായിരുന്നു എന്നെനിക്ക് തോന്നി. നാടകത്തിൻ്റെ സ്കെയിലും സിനിമയുടെ സ്കെയിലും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഞാൻ പറയുന്നത് സിനിമ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ കുറേയും കൂടി ശബ്ദത്തിൽ അവർക്ക് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആൾക്കാർ ഭയങ്കര ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആ നാടകത്തിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷേ മൈക്കുണ്ടല്ലോ, അന്നത്തെ പോലെ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അതിനൊരു ഡിഫറൻസ് ഉണ്ടാവുമായിരുന്നു. അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാവുമായിരുന്നു. പിന്നെ ചില ഡയലോഗുകൾ, ചില സീനുകൾ കാലഘട്ടത്തിൻ്റെയൊക്കെ ആട്ടോ നമുക്ക് ഇന്ന് കാണുമ്പോൾ ഒരു ക്രിഞ്ചെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇന്ന് കാണുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നുന്ന, അന്നായിരുന്നെങ്കിൽ ഭയങ്കര സീരിയസ് ആയി നമ്മൾ എടുക്കുമായിരുന്നു. ഇന്ന് കാണുമ്പോൾ ഒരു രസം, അങ്ങനെ നമ്മൾ കണ്ടു തീർക്കുന്ന കുറച്ച് ഡയലോഗുകളും സീനുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു കാര്യം, എന്നെ സംബന്ധിച്ച് അതൊരു കുഞ്ഞു കാര്യമല്ല. തിയേറ്ററുകളിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫെസിലിറ്റീസൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. എനിക്ക് ജെൻസ് ടോയ്ലറ്റിൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് വേണം അത് ചെയ്യാനുള്ളതെന്നുള്ളതാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവിടെ വെള്ളം കൂടി ഏർപ്പാടാക്കുകയായിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഈ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ ഞാൻ വെള്ളം അങ്ങനെ ഒരു വാഷ് ബേസിൻ കണ്ടില്ല. നമ്മൾ തന്നെ കയ്യിൽ കരുതിയിരുന്ന കുടിവെള്ളം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു കാര്യം മാത്രം, അതൊരു കുഞ്ഞു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള നാടകങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇങ്ങനൊരു അറ്റംപ്റ്റുമായിട്ട് മുന്നോട്ടിറങ്ങുന്ന ഏരീസ് ഗ്രൂപ്പിന് ഞാൻ വലിയൊരു താങ്ക്സ് ആണ് പറയുന്നത്. കാരണം അഭിനയത്തിൻ്റെ കളരി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് സ്റ്റേജ് തന്നെയാണ്. സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക, ഡയലോഗ് പറഞ്ഞ് ഇമോഷനെ ഉൾക്കൊണ്ട് മുന്നിലിരിക്കുന്ന ഓരോ ആളുകളിലേക്കും അത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു അഭിനേതാവിൻ്റെ, മറ്റേ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ പോലെ ഒരു അഭിനേതാവിൻ്റെ മെയിൻ പരിപാടി മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റേജാണ് നാടകം എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളത്, ഇപ്പം വേറെ ഒരുപാട് വിനോദോപാധികൾ വരുമ്പോൾ നമ്മൾ നാടകത്തിനെ മറന്നു തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കുക, അതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുത്തുക, ആൻഡ് അതിന് ടെക്നോളജിയെ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള നാടക പരിപാടികൾ കാണാൻ ആളുകൾ കൂടുകയും നാടകത്തിനോടുള്ളൊരു ആഭിമുഖ്യം കൂടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നാടകങ്ങൾ കൂടുതലുണ്ടാവുകയും, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പരീക്ഷണാത്മക നാടകങ്ങളൊക്കെ വരുമ്പോൾ അതൊരു എലീറ്റ് ക്രൗഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മൾ ഈ സാധാരണക്കാർ എന്ന് നമ്മുടെ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ടാഗിൽ നിൽക്കുന്ന ആളുകൾ എത്ര പേര് ഇങ്ങനെ ഡ്രാമ
കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പലപ്പോഴും വൻ കോസ്റ്റിൽ വരുന്ന ടിക്കറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസസിൽ മാത്രം സംഘടിപ്പിക്കപ്പെടുന്ന നാടകങ്ങളാണുള്ളത്. അവിടെ പോകുന്ന ആളുകൾ ഈവൻ നമ്മളൊരു പാസ് സംഘടിപ്പിക്കണമെങ്കിൽ പാടാണ്. കാര്യം നല്ല റേറ്റാണ്. അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളും ഈ പറയുന്ന പോലെ ഒരു അപ്രോച്ചബിൾ സാധനമായിട്ട് ഫീൽ ചെയ്യുക. ഇത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്, എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാവേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പരീക്ഷണ നാടകങ്ങളും ഇറങ്ങി വരേണ്ടതുണ്ട്. അതിന് പ്രൊഫഷണൽ നാടകങ്ങളുടെ വളർച്ച ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തിട്ടൊക്കെയാണല്ലോ തട്ടുപൊളിപ്പൻ സിനിമകളിൽ അഭിനയിക്കുന്നതിൻ്റെ കൂടെ താരങ്ങൾ കുറച്ച് സീരിയസ് വിഷയങ്ങൾ സംസാരിക്കുന്ന പരീക്ഷണാത്മക സിനിമകളുടെ ഭാഗമാവുന്ന സമയത്ത് അതും കൂടി കണ്ട് ശീലിക്കുന്ന പ്രേക്ഷകൻ കൂടുതൽ നല്ല പരീക്ഷണങ്ങളുമായി വരുന്ന സിനിമകളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നത് പോലെ നാടകത്തിനും അങ്ങനൊരു മാറ്റം ആവശ്യമാണ്. അതിനൊരു തുടക്കമാവട്ടെ, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് കൂടുതൽ ഇന്ധനം പകരുന്ന ഒന്നാവട്ടെ കലാനിലയം അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആൻഡ് എനിക്കിതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഏരീസ് കലാനിലയത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.